ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഓണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓണത്തിനൊന്നും വേണ്ട, എല്ലാം പോട്ടെ, ഓണമൊക്കെ മാറ്റി നിർത്തട്ടെ, അല്ല എന്താ വെച്ചാൽ നമ്മൾ ഓണത്തിന് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ സാധനങ്ങൾ പെൻഡിങ് ലിസ്റ്റ് വെക്കുക. അതുകൊണ്ട് പറയാം കേട്ടോ, ഇത് എല്ലാവർക്കും മസ്റ്റായിട്ടും വേണ്ട ഒരു സാധനമാണ്. എല്ലാ വീട്ടിലും എല്ലാ ലേഡീസിനും മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ ഇനി വീഡിയോസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയ സാധനങ്ങളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ അഗാറോടെ ഈ ഒരു ക്ലീനിങ്, ഇനെന്താ പറയാ, ഒരു മിനിറ്റ്, ഇതിന്റെ പേര് ഇതിന്റെ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിലുണ്ട് പേര് കറക്റ്റായിട്ട്. അഗാറോ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ ആണത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് പല യൂസുകളുണ്ട്. ഇതിന്റെ മെയിനായിട്ട് അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് വാക്വം ക്ലീനറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ കോഡ്ലെസ് വയറും കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുത്ത് ചെയ്യണം. അതിന്റെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ എന്താ പറയാ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ പല മോഡ്സ് വരുന്നത്, സ്ലോ, മീഡിയം, അങ്ങനെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇപ്പോൾ മെയിനായിട്ടും ബാത്റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാത്റൂമിന്റെ ഫ്ലോർ ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഓക്കെ, മീൻസ് ടൈൽസ് ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഇനി ടൈൽസിന്റെ മൂലയുടെ ആ ചെറിയ ചെറിയ മൂലഭാഗമൊക്കെ ഉണ്ടാവില്ലേ, അത് ഈ ഒരു ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടി ഒരു പോയിന്റാണ്. ആ സൈഡിലത്തെ ഭാഗങ്ങളൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വാഷ് ബേസിനാണ് ക്ലീൻ ചെയ്യുന്നത്, ഇത് മാറ്റിയിട്ട് ഇത് വെക്കാം. ഓക്കെ, ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഗാറോടെ. നിങ്ങളൊന്ന് തപ്പിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളി സാധനങ്ങൾ കിട്ടും. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ലേഡീസിന് പറ്റിയിട്ടില്ല, എനിക്ക് കുറേ മസാജസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ ഇപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് കാലുവേദന വരുമ്പോഴും അങ്ങനെ കുറേ മസാജസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ. അപ്പം ഇത് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതിപ്പോൾ കുനിഞ്ഞിട്ട് ഇങ്ങനെ ആക്കണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടല്ല. അല്ല, ഇതിൻ്റെ നമുക്ക് സ്റ്റിക്കും അവൈലബിൾ ആണ് കണ്ടോ. ഇത്രയും പോകുന്ന സ്റ്റിക്ക്. ഇനി ഇതും ഇത്രയുണ്ട്. ഇത് വലുതാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വലുതാക്കാം, ഇത്രയും വലുതാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മോപ്പിംഗ് ചെയ്യണ അത്ര ലെങ്ത് ഇതിനുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ, ചാർജിങ് ആണ്. അപ്പോൾ ഒരു 30 to 40 minutes ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ടൈം ബാത്റൂമൊക്കെ വാഷ് ചെയ്ത് വാഷ് ബേസിനൊക്കെ കഴുകി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു മീൻസ് കിച്ചൺ ക്ലീൻ ചെയ്യാനും നമ്മൾ ഈ എന്താ പറയുക മിക്സിയൊക്കെ യൂസ് ചെയ്തിട്ട് ആ മിക്സിയുടെ ആ സൈഡിലും അതൊക്കെ ഇതുണ്ടാവും, അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഈ വാഷ് ബേസിൻ, അതുപോലെ തന്നെ നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാം. നമ്മുടെ കിച്ചണിലത്തെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ അടിപൊളി സാധനം കേട്ടോ. നമുക്കിട്ട് ഇങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ടേബിളൊക്കെ തുടയ്ക്കണമെന്ന് വെച്ചാൽ ഇതിവിടെ ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഇതുപോലത്തെ ടേബിൾ തുടയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മിറേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ണാടികൾ തുടയ്ക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ സ്പഞ്ച് ഉണ്ട്. സ്പഞ്ചിൽ പിന്നെ ഇതുപോലത്തെ വെൽക്രോ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കാണിച്ചു കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഉണ്ട്. ഒക്കെ കണ്ടോ, ഇങ്ങനെ നമുക്ക് കണ്ടോ, ഇതിൽ ഏത് മാറ്റി ഈ ഒരു ഞാൻ കുറച്ച് അധികം കാണിച്ചു തന്നിട്ടില്ല. ഈ ഒരു സംഭവമൊക്കെ ഈ ഒരു വെൽക്രോയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും എങ്ങനെയാണ് മാറ്റിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സാധനം ഞാത്തിയിടാനുള്ള ഒരു ക്ലിപ്പ് വരെ അത് അടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇനി ഡ്രില്ലറാണ് അടുത്ത് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇത്. ഇവിടെ വെക്കാനുള്ള ഒരു ഇത് കൂടി ഇവരുടെ ഇതിലുണ്ട്. ഇത് സ്റ്റിക്കർ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല സ്റ്റിക്കറിൽ ഇരിക്കാൻ പറ്റുമെന്ന്. ചിലപ്പോൾ പറ്റിയായിരിക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് വരെ ഇവർ കൊടുക്കുന്നുണ്ട്. അതും എത്ര റേറ്റ് വന്നിട്ട് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത്രയും അധികം സാധനങ്ങൾക്ക് അധികം റേറ്റ് ഇല്ല. ഞാനിപ്പോൾ ഓർഡർ ചെയ്ത റേറ്റ് ഞാനിപ്പോൾ നോക്കട്ടെ, എനിക്കറിയില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്തത് ആ ഒരു റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. ക്ലീനിങ് നമുക്ക് എപ്പോഴും സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ടും ക്ലീനിങ് എപ്പോഴും ചെയ്യാൻ പറ്റും ഹസ്ബൻഡാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഹസ്ബൻഡിനോ നിങ്ങൾക്കോ ഒക്കെ ഭയങ്കര ആള് ഭയങ്കര ഈ മിറേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്ത് ടവൽ വെച്ച് ക്ലീൻ ചെയ്യും, പിന്നെ അത് ആ മറ്റേ കോളിൻസ് അടിച്ച് ക്ലീൻ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ, ഭയങ്കര സുഖമാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഇത്. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. അപ്പൊ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുന്നത് ഒരു അടിപൊളി സാധനമാണ്. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ജോലികൾ കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടിയും റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ബൈ.